ശരിയായിട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഒരു ജില്ലാ പ്രസിഡന്റിനെ പുറകിൽ നിന്ന് വന്ന് തലക്കടിക്കുക. ഒരു ലാത്തിചാർജിലല്ല, ഒരു പ്രകോപനത്തിലല്ല, ഒരു കല്ലേറിലല്ല, ഒന്നുമല്ല. മനഃപൂർവ്വം കാക്കിക്കുള്ളിലെ ഒരു സഖാവ് ആ ജില്ലാ പ്രസിഡന്റിന്റെ തലക്കടിച്ചിരിക്കുക. ചെറിയ കാര്യമല്ല. അത് വെറുതെ വിടാൻ ഭാരതീയ ജനതാ പാർട്ടി നിയമത്തിന്റെ വഴിയിൽ തന്നെ കൈകാര്യം ചെയ്യാൻ ഭാരതീയ ജനതാ പാർട്ടി ആഗ്രഹിക്കുന്നു. അഥവാ അത് സാധിച്ചില്ലെങ്കിൽ പിന്നെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട്, നമ്മുടെ ജനാധിപത്യ സംവിധാനമാണ്. സുരേഷ് ഗോപി മതിൽ ചാടിക്കടന്ന് ലോക്സഭയിൽ എത്തിയതല്ല. 75,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ തൃശൂരിലെ പൗരന്മാർ, ജനങ്ങൾ, വോട്ടർമാർ അവരുടെ സമ്മതിദാനാവകാശം അത് ഹൃദയത്തിൽ ചാലിച്ച് പോളിംഗ് ബൂത്തിലെത്തി വോട്ട് ചെയ്ത് ജയിപ്പിച്ചതാണ്. എതിരായി മത്സരിച്ച മുരളീധരൻ താമസിക്കുന്ന ബൂത്തിലും സുനിൽകുമാർ താമസിക്കുന്ന ബൂത്തിലും വൻ ഭൂരിപക്ഷം ലീഡ് നേടിയിട്ടാണ് സുരേഷ് ഗോപി എത്തിയിട്ടുള്ളത്. സുരേഷ് ഗോപിയിലുള്ള വിരട്ടലും ഭീഷണിയൊന്നും തൃശ്ശൂരിൽ വേണ്ട, അത് നടപ്പില്ല എന്ന് പറയാൻ കൂടിയുമാണ് ഈ മാർച്ച് ഞങ്ങൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. സുരേഷ് ഗോപിക്കെതിരായി പലതരത്തിലുള്ള പ്രചരണങ്ങളിലൂടെ നടന്നിട്ടുണ്ട്. അദ്ദേഹം സിനിമാ താരമാണ്, രാഷ്ട്രീയത്തിന് പറ്റിയ ആളല്ല, തലകുത്തി മറിഞ്ഞാലും ജയിക്കില്ല, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ വീണ്ടും സെറ്റിലേക്ക് പോവാം. പറഞ്ഞത് മുഖ്യമന്ത്രി അടക്കമാണ്, വേറെ ഏതെങ്കിലും ഉള്ള രാഷ്ട്രീയക്കാരൻ മാത്രമല്ല, മുഖ്യമന്ത്രി അടക്കം. ഇവിടെ താമര വീഴില്ല, ഇത് ബാലികേറ മലയാണ്. നിങ്ങളെ നിയമത്തെ അക്കൗണ്ട് ഞങ്ങൾ കൂട്ടിച്ചു, ഇനി ഒരക്കൗണ്ട് നിങ്ങൾക്ക് തുറക്കാൻ കഴിയില്ല സർ. ആ ചാലഞ്ച് എല്ലാം ഏറ്റെടുത്താണ് ഞങ്ങൾ സുരേഷ് ഗോപിയെ മത്സരിപ്പിച്ച് ഭാരതീയ ജനതാ പാർട്ടി ദേശീയ ജനാധിപത്യ സഖ്യം ഇവിടെ ജയിച്ചിട്ടുള്ളത്. അതൊരു തുടക്കം മാത്രമാണ്, ഒരു താമരയാണ് വരുന്നത്. നിങ്ങൾ ഇനി കുറെ അധ്വാനിക്കേണ്ടി വരും. തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും നിങ്ങൾ കുറെ അധികം അധ്വാനിക്കേണ്ടി വരും. നിങ്ങൾ അധ്വാനിച്ചോളൂ, ഞങ്ങൾക്ക് പരാതിയില്ല. പക്ഷെ മിസ്റ്റർ പിണറായി വിജയൻ ഒരു കാര്യം മനസ്സിലാക്കണം, നിയമാനുസൃതം തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനപ്രതിനിധി അദ്ദേഹത്തിന്റെ അവകാശത്തിന്റെ ഭാഗമായി തൃശ്ശൂരിൽ ജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുത്തിട്ടുള്ള അദ്ദേഹത്തിന്റെ ക്യാമ്പ് ഓഫീസിലാണ് നിങ്ങൾ കരിവറിച്ചത്. അതങ്ങനെ എളുപ്പത്തിൽ കോംപ്രമൈസ് ചെയ്യാൻ കഴിയുന്ന ഒരു വിഷയമല്ല, തള്ളിക്കളയാൻ കഴിയുന്ന ഒരു വിഷയമല്ല. സുരേഷ് ഗോപിയുടെ ക്യാമ്പ് ഓഫീസിന് നേരെ നടന്ന അതിക്രമത്തിൽ പങ്കാളികളായിട്ടുള്ള ആളുകളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാൻ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി തയ്യാറാവണം. ശക്തമായ പോലീസ് നടപടി ആവശ്യമുണ്ട്. എല്ലാ മാധ്യമങ്ങളുടെ കയ്യിലും അതിന്റെ വിഷ്വൽസ് ഉണ്ട്. ഏതെങ്കിലും ഒരു ഊച്ചാളി സഖാവ് കമ്മി അല്ലാതെ ജീവിക്കുന്നു, ഉന്നതനായ ഒരു CPM നേതാവാണ്. അദ്ദേഹത്തിനെതിരെ നിലവിലുള്ള ഇന്ത്യൻ ശിക്ഷാ നിയമം അനുസരിച്ചുള്ള ശക്തമായ നിയമ നടപടിയെടുത്ത് മുന്നോട്ട് പോകാൻ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ തയ്യാറായില്ലെങ്കിൽ ഈ ചുണക്കുട്ടികൾ ഇവിടെ മാത്രമല്ല, ക്ലിഫ് ഹൗസിൽ കയറി കരിയോയിലായിട്ട് അടിക്കാനും ഉത്തരവാദിത്ത ബോധമില്ലാതെ ഒരാൾ സംസാരിക്കുന്നതല്ല. മുഖ്യമന്ത്രിയുടെ ഓഫീസിലും സംസ്ഥാനത്തെ എല്ലാ മന്ത്രിമാരുടെ ഓഫീസിലും ഇവിടുന്ന് തെരഞ്ഞെടുക്കപ്പെട്ട എല്ലാ MLA-മാരുടെ ഓഫീസിലും MP-മാരുടെ ഓഫീസിലും ഇതിന് പകരം ഞങ്ങൾ കരിയോയിലല്ല, അതിനപ്പുറം അടിക്കേണ്ടത് അടിക്കുന്നു. പക്ഷേ ഞങ്ങൾ ജനാധിപത്യത്തിലാണ് വിശ്വസിക്കുന്നത്. കരിയോയിൽ അടിച്ചപ്പോൾ ഞങ്ങൾ ഇപ്പൊ തിരിച്ച് കരിയോയിൽ അടിച്ചിട്ടില്ല. കരിയോയിൽ ഇല്ലാത്തത് കൊണ്ടല്ല, കന്നാസ് ഇല്ലാത്തത് കൊണ്ടല്ല, അതിൽ പേറ്റ് പിടിക്കാൻ പോയിരുന്ന ജനലക്ഷങ്ങളായിട്ടുള്ള ചെറുപ്പക്കാരില്ലാത്തത് കൊണ്ടല്ല. ഞങ്ങൾ മര്യാദയുടെ ഭാഷയിലാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. ശക്തമായ നടപടി വേണം. മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, ജസ്റ്റിൻ ജേക്കബിനെയും ബാബുവിനെയും നിരവധി സഹപ്രവർത്തകന്മാരെയും ഒരു കാര്യവുമില്ലാതെയാണ് പോലീസ് തല്ലിയിരിക്കുന്നത്. ലാത്തി ചാർജിന് മുമ്പ് വെള്ളം ചീറ്റാം, നിങ്ങൾക്ക് വാതകം ഉപയോഗിക്കാം, ടിയർ ഗ്യാസിൽ ഓടിക്കാം, ലാത്തി ചാർജ് ഓർഡർ ചെയ്യാം. അങ്ങനെയാണ് ആളുകളെ പിരിച്ചുവിടുന്നത്.
പിരിച്ചുവിടാനൊക്കെ ഒരു പ്രകോപനവും ഇല്ലാതെയാണ് ജസ്റ്റിൻ ജേക്കബിന്റെയും ബാബുവിന്റെയും ഒക്കെ തലയ്ക്ക്, അതും മാരകമായി കൊള്ളുന്ന സ്ഥലം, മരിച്ചു പോകുന്ന സ്ഥലം, നമ്മുടെ മെഡില്ല ഒബ്ലാങ്കട്ട നിലനിൽക്കുന്ന സ്ഥലം, അവിടെയാണ് അടിച്ചിരിക്കുന്നത്. ആ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ഇന്നലെ ഒരു പ്രകോപനവുമില്ലാതെ ക്രൂരമായ മനുഷ്യാവകാശ ലംഘനം നടത്തിയ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ സസ്പെൻഡ് ചെയ്ത് അവർക്കെതിരായ ശക്തമായ നിയമ നടപടി എടുക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. അതും ഞങ്ങൾ ജനാധിപത്യത്തിന്റെ ഭാഷയിൽ ആവശ്യപ്പെടുക. അതും തയ്യാറായിട്ടില്ലെങ്കിൽ ഇന്നലെ പോലീസ് നടപടിക്ക് നേതൃത്വം നൽകി അവന്റെയൊക്കെ വീട്ടിൽ കയറി ഞങ്ങൾ മറുപടി ചോദിക്കും. നമ്മുടെ പുലിക്കുട്ടി ശോഭ സംസാരിക്കാനുണ്ട്, ഞാൻ രണ്ടു വാക്കിൽ അവസാനിപ്പിക്കും. സുരേഷ് ഗോപിക്കെതിരെ നിങ്ങളിപ്പോ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ടല്ലോ. എടോ അലവലാദികളെ, UDF, LDF തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചട്ടം അനുസരിച്ചാണ് ഞങ്ങൾ വോട്ട് ചെയ്തിരിക്കുന്നത്. എവിടെ വേണം വോട്ട് ചെയ്യണം. 6 മാസം ആ സ്ഥലത്ത് താമസിക്കുന്നു എന്നല്ല കടലാസ് കയ്യിലുണ്ടെങ്കിൽ ജമ്മു കാശ്മീരിലടക്കം പോയിട്ട് വോട്ട് ചെയ്യണം. വടക്കാഞ്ചേരിയിലെ ഒരാള് തൃശ്ശൂരിൽ വന്ന് വോട്ട് ചെയ്തത് എന്തോ മഹാ അപരാധമായിട്ട് നമ്മൾ പറയുന്നത്. എന്താ ചേർക്കാൻ പറ്റില്ല? എടാ ഇനിയും ചേർക്കും. ഞങ്ങള് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ പരാജയം മനസ്സിലാക്കി അടുത്ത തെരഞ്ഞെടുപ്പിനെ നേരിടുന്നവരാണ്. 89 വോട്ടിനും 600 വോട്ടിനും ഒക്കെ തോറ്റ ഞങ്ങളുടെ പാർട്ടി എന്തുകൊണ്ടാണ് തോറ്റതെന്ന് മനസ്സിലാക്കി ശരിയായി പ്രവർത്തിച്ച് ഞങ്ങൾ ജയിക്കുകയാണ്. ഇപ്പോൾ ഒരു സീറ്റിൽ ജയിച്ചു. 2029 ആകുമ്പോൾ ഒരു 5-6 MP കിട്ടും. 34 ആകുമ്പോഴേക്ക് 20 MP ഞങ്ങളുടെ സർക്കാർ ഭരിക്കുന്നത് ഞങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് ഈ മാതിരി ഭീഷണിയൊന്നും വേണ്ട. വോട്ട് ചേർത്തത് നിയമാനുസൃതമാണ്. സുരേഷ് ഗോപി ചേർത്തതും അദ്ദേഹത്തിന്റെ സഹോദരൻ ചേർത്തതും ഉണ്ണികൃഷ്ണന്മാര് ചേർത്തതും അദ്ദേഹത്തിന്റെ ഡ്രൈവർ ചേർത്തതും ഒരു 500-600 വോട്ട് ചേർത്തിട്ടുണ്ടാവും. തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു കൊല്ലം മുമ്പ് ഇവിടെ വന്ന് പ്രവർത്തിക്കുന്നവരാണ്. ഇനിയും ചേർക്കും. എനിക്കിപ്പോ ഞാൻ വിചാരിക്കുകയാണ്, എന്റെ കോഴിക്കോട് ജില്ലയിലെ വോട്ട് ഞാൻ പണ്ട് മഞ്ചേശ്വരത്ത് ചേർത്തതാണ്, പിന്നെ മാറ്റിയതാണ്. ഈ സമരം ഞങ്ങൾ പറയുന്നു, ഈ സമരം ന്യായമായിട്ടുള്ള സമരമാണ്. ഇതിന് ഞങ്ങൾക്ക് പരിഹാരം കിട്ടണം. അതിന് നിങ്ങൾ തയ്യാറാവുന്നില്ലെങ്കിൽ ബാക്കിയുള്ളത് നമുക്ക് തെരുവിൽ തന്നെ കാണാം എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഔപചാരികമായ ഉദ്ഘാടനം ചെയ്തെന്ന് അറിയിച്ചുകൊണ്ട് വാർത്ത അവസാനിപ്പിക്കും. നിങ്ങൾക്ക് നമസ്കാരം.